എല്ലാ മാന്യ പ്രേക്ഷകർക്കും ITL World Junior Idol Season 2 ഇന്നത്തെ കളർഫുൾ എപ്പിസോഡിലേക്ക് സ്വാഗതം. ITL World Junior Idol Season 2. Let's welcome our favorite judges, Biji Bal, Rimi Tommy and Anup Shankar. ITL World Junior Idol Season 2 ഇന്നത്തെ മനോഹരമായ എപ്പിസോഡ് നമുക്ക് ബിഗിൻ ചെയ്യാം. മലയാളം ഹിറ്റ്സ് 2012 റൗണ്ടുമായി എത്തുന്നു ശ്രേയസ്. Put your hands together for Shreyas. ശ്രേയസ്, തേർഡ് സ്റ്റേജ് സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്തു ശ്രേയസ് അല്ലേ? നല്ല മാർക്സ് ഒക്കെ കിട്ടിയില്ലേ? അപ്പൊ ഫോർത്ത് സ്റ്റേജിലായി. കൺഗ്രാറ്റുലേഷൻസ്. ഇന്ന് ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? ഡയമണ്ട് നെക്ലേസ് എന്ന ഫിലിമിലെ നീലാമലരെന്നു. ഓക്കെ, ഇഷ്ടമാണോ പാട്ട്? പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സോങ് ആണ്. നന്നായിട്ട് പാടാം. ഓൾ ദ ബെസ്റ്റ്. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. ചൂടി
ചേച്ചി ഓസം പെർഫോമൻസ്. ചേച്ചി ഇഷ്ടമല്ലേ ഈ പാട്ട്? ആ എല്ലാവരുടെയും പ്രിയപ്പെട്ട സോങ് ആണ്. ഇടയ്ക്ക് ചെറിയൊരു ഫ്ലോസ് പറ്റിയില്ലേ? എന്ത് പറ്റി? ശരി സ്ലിപ്പായി പോയി. സ്ലിപ്പായി പോയി. ഓക്കെ, നമുക്കിനി കമന്റ്സ് അറിയാം. ബിജുവേട്ടാ. ശ്രേയസ് സാർ വളരെ മനോഹരമായിട്ടുള്ള പാട്ടാണ്. അത്ര തന്നെ ബുദ്ധിമുട്ടുമാണ് പാടാൻ അല്ലേ? നല്ല ടഫായിട്ടുള്ള ഒരു സോങ് ആണ്. ഒരുപാട് ശ്വാസം വേണം. 7/8 സോങ് ആണ്. ഒരുപാട് വരികളുണ്ട്. ഒരു വരി കഴിഞ്ഞ് അടുത്തത് പാടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും മോനെ കൊണ്ടാവുന്ന രീതിയിൽ നല്ലോണം പാടി. അനൂപ് പറയുന്നു പ്രാക്ടീസിന് ഇതിലും നല്ലോണം പാടി എന്ന് പറയുന്നു. അപ്പൊ എന്താണ് സ്റ്റേജിൽ സംഭവിക്കണമെന്ന് അറിയില്ല. പല കുട്ടികൾക്കും അങ്ങനെ പറ്റാറുണ്ടല്ലോ, സ്റ്റേജിൽ കുറച്ച് ഇതായി പോകാറുണ്ട്. പക്ഷെ അനൂപ് പറഞ്ഞതുപോലെ ഈ നമ്മുടെ പെർഫോമൻസ് ഉള്ള ദിവസത്തിൽ ഒരുപാട് പ്രാക്ടീസ് നമ്മുടെ എനർജി കളയണ്ടെന്ന് ഒരു അഭിപ്രായമുണ്ട്. കാരണം ശ്വാസത്തെ അത് ബാധിക്കും. പാട്ടിനെ ചിലപ്പോൾ ബാധിക്കില്ലായിരിക്കും, തൊണ്ട ചിലപ്പോൾ അങ്ങനെ തന്നെ നിൽക്കും. പക്ഷെ ബ്രെത്ത് കൺട്രോളിനെ ചിലപ്പോൾ അത് ബാധിക്കും. നമ്മൾ കുറച്ചു നേരം ഓടിക്കഴിഞ്ഞാൽ പാടാൻ പറ്റില്ലല്ലോ, നടന്നാലോ പാടാൻ പറ്റില്ല. അതേപോലെ തന്നെ ഒരുപാട് അധ്വാനിച്ചാൽ ചിലപ്പോൾ ഒരു ബ്രെത്ത് കൺട്രോൾ നമുക്ക് കിട്ടില്ല. അത് ചിലപ്പോൾ പാട്ടിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ ഇത്തരം ഒരു വളരെ ടൈറ്റ് ആയിട്ടുള്ളൊരു പാട്ടല്ലേ കേട്ടോ. പക്ഷെ മോൻ എപ്പോഴും പാടുന്നത് പോലെ വളരെ ഒരു ഹൃദയത്തിൽ നിന്നാണ് പാടുന്നത്. വളരെ രസമുള്ളൊരു കാര്യമാണത് കേൾക്കാനും കാണാനും. കേട്ടോ. പിന്നെ എനിക്കൊരു അഭിപ്രായമുള്ളത് നിലാമലരെ എന്ന് പറയുന്നത് കുറച്ചുകൂടി മലയാളത്തിൽ പറയാമെന്ന് തോന്നുന്നു. കാരണം പ്രഭാകിരണം പ്രഭ അങ്ങനെ എന്നൊരു സാധനം വരുന്നുണ്ട്. അത് ഒന്ന് പാടൂ. പ്രഭാകിരണം നിലാമലരെ നിലാമലരെ. മലയാളം അറിയാത്ത ആളാണത് പാടിയിട്ടുള്ളത്. എന്നിട്ട് പോലും അതിമനോഹരമായിട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട്. മോനത് ശ്രദ്ധിക്കണം. അത് നില അങ്ങനെ പാടുക. നില എന്നല്ല, നിലാമലരെ നിലാമലരെ പ്രഭാകിരണം വരാറാ. അത് വന്നില്ല എന്ന് തോന്നുന്നു അല്ലേ പാടിയപ്പോ? അത് കിട്ടിയില്ല. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ടോട്ടലി മോന് ആ പാട്ട് അറിയാം, നല്ലോണം അറിയാം. അത് പാടിയപ്പോഴുണ്ടായ ചില പ്രശ്നങ്ങൾ മാത്രമാണ് കേട്ടോ. ഗുഡ് ലക്ക്. ശ്രേയസ് ചേച്ചി വിശേഷം പറഞ്ഞാല് ഈ മലയാളം അറിയത്തില്ലാത്തൊരു ആള് പാടിയ പോലെ നമുക്ക് ഒരിക്കലും തോന്നില്ല. ശരിക്കും ഇതൊരു മദ്രാസിൽ നിന്നുള്ള ഒരു ശ്രീനിവാസ് എന്ന് പറഞ്ഞൊരു പുതിയ സിംഗറാണ് ഈ പാട്ട് പാടിയേക്കുന്നത്. ലാൽജോ സാറിനെ കണ്ടപ്പോൾ അദ്ദേഹം പറയുകയുണ്ട്, ഇതേപോലെ റിയാലിറ്റി ഷോയിലൂടെയൊക്കെ പാടിക്കൊണ്ടിരുന്ന ഒരു പയ്യൻ ഇതിന്റെ റെക്കോർഡിംഗ് ഇതിന്റെ കമ്പോസിംഗ് നടക്കുന്ന സമയത്ത് ഒരു CD കൊണ്ട് കൊടുത്തതാണ്. അതായത് നമ്മുടെ തലയെ വരാന്നൊക്കെ പറയുന്ന ഒരു സംഭവം. ആ CD കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് ഇവർക്ക് ഒരു ഗസൽ മൂഡിലുള്ള ഒരു പാട്ടായിരുന്നു വേണ്ടി വന്നതും കറക്റ്റ്. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ചാൻസ് കിട്ടുകയും ചെയ്തു. അതിലൂടെ മലയാളികൾക്ക് എന്നും ഓർക്കാൻ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് മോൻ സെലക്ട് ചെയ്തത്. മോൻ ഒരു കാര്യം വിജയൻ പറഞ്ഞ വളരെ കറക്റ്റാണ്. അത് അതിന്റെ എക്സ്പ്രഷൻ ഉൾക്കൊണ്ട് ഹൃദയത്തിൽ തന്നെയാണ് പാടിയത്. അതിന്റെ ആ ഭാവത്തിൽ തന്നെയാണ് മോൻ പാടിയത്. പിന്നെ എന്നാ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒത്തിരി ഉണ്ട് ഈ പാട്ട്. മോന് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമാണെന്ന് ചേച്ചിക്ക് തോന്നിപ്പോയി. കാരണം അത്രയ്ക്ക് തിങ്സിന്റെ കാര്യത്തിലായിക്കോട്ടെ, അതിന്റെ റൂട്ട് പോകുന്നത് നല്ല നോട്ടാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഈ പാട്ട് പാടാൻ. അപ്പൊ മോന കഴിയുന്നത്ര മോൻ ശ്രമിച്ച് ഇത്രയെങ്കിലും ഈ പാട്ട് ഒരു കൊച്ചും ഒരുപക്ഷെ ഞാൻ എടുത്ത് പാടാമെന്ന് അങ്ങോട്ട് പറയുകയില്ല. കാരണം നല്ല ബുദ്ധിമുട്ടുള്ള പാട്ട് തന്നെയാണ്. അനുപേട്ടൻ സെലക്ട് ചെയ്ത് തന്നപ്പോൾ ഇത് പാടാൻ കാണിച്ചത് പഠിച്ച് ഇത്ര ഭംഗിയാക്കിയതിന് നമ്മൾ നല്ലൊരു കൈയടി കൊടുക്കണം. അപ്പൊ ഇനി അടുത്ത പെർഫോമൻസില് ഒരുപാടൊന്നും ഇങ്ങനെ ചത്ത് കിടന്ന് പ്രാക്ടീസ് ചെയ്യരുതേ. ഈ തൊണ്ട നമുക്ക് വേണം. ഭാവിയിൽ നല്ല നല്ല സിനിമാ പാട്ടുകളൊക്കെ പാടണ്ടേ? ഇനി മത്സരങ്ങള് റൗണ്ടുകൾ കിടക്കാണ്. ഒത്തിരി പ്രാക്ടീസ് ഒന്നും വേണ്ട. മോന് ദൈവം അനുകരിച്ച് നല്ല കഴിവുള്ള ഒരു കുട്ടിയാണ്. ഒരുപാട് ഓവറായിട്ടുള്ള പ്രാക്ടീസ് വേണ്ട. അതുപോലെ സ്ട്രെയിൻ ഒരുപാടുള്ള പാട്ടാണെങ്കിൽ ധൈര്യമായിട്ട് ഇവിടെ പറയാം, പാട്ട് മാറ്റി തരുന്നതായിരിക്കും. മോൻ ഈ പാട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ പാടി നല്ലൊരു കൈയടി കൊടുക്കുക. ശ്രേയസ്, ഡയമണ്ട് നെക്ലസ് എന്ന ലാൽ ജോസ് സിനിമയ്ക്ക് വേണ്ടി വിദ്യാസാഗർ, റഫീഖ് അഹമ്മദ് കൂട്ടുകെട്ടിൽ പറഞ്ഞ മനോഹരമായ ഒരു ഗാനം. ശ്രീനിവാസ് എന്ന യങ് സിംഗർ എന്റെ നല്ലൊരു ഫ്രണ്ടാണ്. അദ്ദേഹമാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. ചെറുപ്പം തൊട്ടേ ശ്രീനിവാസിനെ അറിയാം. ഈസ് വെരി പാഷനേറ്റ് അബൌട്ട് മ്യൂസിക്. ശ്രീനിവാസിന്റെ ഏറ്റവും വലിയൊരു പാട്ടിനോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, ശ്രീനിവാസ് തമിഴിൽ വളരെ പോപ്പുലറായ ഒരു റിയാലിറ്റി ഷോയുടെ വിന്നർ ആയിരുന്നില്ല. അദ്ദേഹം ക്വാർട്ടർ ഫൈനലിലോ സെമി ഫൈനലിലോ എലിമിനേറ്റഡ് ആയി പോയി അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഈസ് പാഷൻ അബൌട്ട് മ്യൂസിക്. ഏറ്റവും വലിയ എക്സാമ്പിൾ, അദ്ദേഹത്തിന്റെ വിവാഹം ഉറപ്പിച്ചു. അന്നത്തെ ദിവസം
ജഡ്ജസിന്റെ ഡേറ്റ് അവൈലബിലിറ്റി എല്ലാം നോക്കി ഷൂട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വിവാഹം മാറ്റിവെച്ചു. അപ്പൊ അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സിംഗറാണ് ശ്രീനിവാസ്. ആൻഡ് അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലി ഓഫ് കോഴ്സ്. ആൻഡ് അത്രയും കാത്തു വരുന്നിട്ടുണ്ട് ശ്രീനിവാസ് ഒരു സിനിമയിൽ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി. ബട്ട് ഗോഡ് ഇസ് ഗ്രേറ്റ്. നമ്മൾ പറഞ്ഞ പോലെ വെൻ ഹി ഗോട്ട് ആൻ എൻട്രി ഇറ്റ് വാസ് ത്രൂ സച്ച് എ ബ്യൂട്ടിഫുൾ സോങ്. അത്ര മനോഹരമാക്കി ശ്രീനിവാസ് ഈ പാട്ട് പാടിയിട്ടുമുണ്ട്. കൺഗ്രാറ്റുലേഷൻസ് ഫോർ ഹിം. മോനും അസലായിട്ട് പാടി മോനെ. ദാറ്റ് ഇസ് വൺ ട്രൂ ഫാക്ട് അബൌട്ട് യുവർ സിംഗിങ്. എല്ലാവരും പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസം ഈ ഷൂട്ട് നടക്കുന്ന ദിവസം മോൻ ഓവർ സ്ട്രെയിൻഡ് ആയിരുന്നു. അതാണ് ഇത്രയും പെർഫെക്ഷനിലേക്ക് എത്താതിരിക്കാനുള്ള ഒരു കാരണം. മോൻ പ്രാക്ടീസിൽ പാടി ഞാൻ ഈ പാട്ട് കേട്ടു. ഇതിനേക്കാളും 200 ടൈംസ് ബെറ്റർ ആയിട്ട് മോൻ പാടി. അത് മാത്രമല്ല നിലാമലരെ എന്ന ഈ പാട്ട് മോന് സെലക്ട് ചെയ്ത് തരാനുള്ള കാരണം വിച്ച് ഐ ബിലീവ് ഇസ് ദാറ്റ് ഈ പാട്ടിൽ ഇവിടെ പങ്കെടുക്കുന്ന കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ജസ്റ്റിസ് ഈ പാട്ടിനോട് ചെയ്യും എന്ന് എനിക്ക് തോന്നിയ സിംഗർ ശ്രേയസ് ആണ്. അതുകൊണ്ടാണ് ശ്രേയസിന് ഈ പാട്ട് എടുത്തു തരാൻ സാധിക്കുന്നത്. ബിക്കോസ് ശ്രേയസിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഈ പാട്ട് അത്രയും ഈ പാട്ടെന്നല്ല എല്ലാ പാട്ടും അത്ര ആത്മാർത്ഥമായി എൻജോയ് ചെയ്ത് പാടുന്ന ഒരു സിംഗറാണ്. യു ഹാവ് എ ഗ്രേറ്റ് മ്യൂസിക്കൽ വാല്യൂ ഇൻ യു. അതൊരു വലിയ കാര്യം. അതുപോലെ നാച്ചുറലായിട്ട് പാടുന്ന ഒരു സിംഗർ, അതും പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. ഒരൊറ്റ അഡ്വൈസ് മാത്രം, ഒരുപാട് ഓവർ കോൺഷ്യസ് ആവാതിരിക്കുക പാട്ടിനെ കുറിച്ച്. പാട്ടിന്റെ ഭംഗി അല്ലെങ്കിൽ സക്സസ് ഏറ്റവും നിലനിൽക്കുന്നത് നമ്മൾ അത് ടെൻഷൻ ഇല്ലാതെ പരിപൂർണമായും ആസ്വദിച്ച് പാടുമ്പോഴാണ്. Don't treat it as a competition. Just treat it as a stage where you can sing a song of your choice. നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് നല്ല രീതിയിൽ പാടുന്ന ഒരു വേദിയായി മാത്രം ഇതിനെ കണക്കാക്കുക. എല്ലാം കൊണ്ട് നന്നാവും. ആൻഡ് ലോട്ട് ഓഫ് ഗുഡ് പോർഷൻസ് ആർ ദർ, ലോട്ട് ഓഫ് ആവറേജ് പോർഷൻസ് ആർ ദർ. അത് പ്രത്യേകിച്ച് കമന്റ് ചെയ്യുന്നില്ല. ഓനെ മേക്ക് ഔട്ട് ചെയ്യാം. നെവർ മൈൻഡ്, ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി എ ഗുഡ് പെർഫോമൻസ്. All the best for next time. You can make it even more better. Congratulations. അപ്പം ശ്രേയസ്, നമുക്ക് ഇനി മാർക്സ് അറിയാം അല്ലേ? ശ്രേയസ് കൂടെ കൂളാക്കാൻ ശ്രേയസ് തന്നെ ചോദിച്ചോ, മാർക്സ് ചോദിച്ചോ. റിമി ചേച്ചി ഔട്ട് ഓഫ് എത്രയില്? ഔട്ട് ഓഫ് 30. ഔട്ട് ഓഫ് 30. 26.5. താങ്ക് യു റിമി ചേച്ചി. ആരെടുത്താ? പ്രിൻസിപ്പാൽ സാർ. ബിചേട്ടാ? മോനെ ഞാൻ 26.75 തരുന്നു. ബിക്കോസ് ഒരുപാട് ഏരിയകളിൽ മോൻ അസാധ്യമായിട്ട് പാടി. സോ ഞാൻ പലപ്പോഴും നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ചില ടെക്നിക്കൽ എറേഴ്സിന് മാത്രമേ നമുക്ക് മാർക്ക് കുറയ്ക്കാനോ കൂട്ടാനോ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ആ സ്റ്റേജിൽ പറ്റുന്ന ചില സ്കിപ്പിങ്ങിന്, ചില വാക്കുകൾ വിഴുങ്ങിപ്പോവുക, ഇതിനൊന്നും നമുക്ക് മാർക്ക് കുറയ്ക്കാൻ എനിക്ക് തോന്നാറില്ല. കാരണം അത് അപ്പോഴത്തെ ഒരു ഹാപ്പനിങ് ആണ്. അത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരുപാട് ഏരിയകളിൽ മാർക്ക് കുറയ്ക്കേണ്ടതുണ്ടായിരുന്നു, അതിന് കുറച്ചുണ്ട്. പക്ഷെ ഒരുപാട് മേഖലകളിൽ, ഒരുപാട് ഏരിയകളിൽ നല്ലോണം പാടുകയും ചെയ്തു കേട്ടോ. ഗുഡ് ലക്ക്. താങ്ക് യു വിജയേട്ടാ. ബേട്ടാ? ശ്രേയസിന്റെ സിംഗിനെ കുറിച്ച് പറയാനുള്ള മറ്റൊരു കാര്യം, ബിചേട്ടൻ പറഞ്ഞതിൽ വേറെ ഒരു ആസ്പെക്ട് പറയാണ്. അതായത് എപ്പോഴും ജഡ്ജ്മെന്റ് ചെയ്യുമ്പോൾ വിച്ച് ഐ ബിലീവ് ടു ബി കൺസിഡേർഡ് ഇസ് ദാറ്റ് ചില പോർഷൻസ് എക്സലന്റ് ആയിട്ട് ആ കാൻഡിഡേറ്റിന് പാടാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഹി ക്യാൻ ഡെഫിനറ്റ്ലി മേക്ക് ദ ആവറേജ് പോർഷൻസ് ഈവൻ ബെറ്റർ. അതാണ് അതിന്റെ ഏറ്റവും സത്യാവസ്ഥ. I liked your singing, so I'm giving you 27.25 out of 30. Thank you, Anubeta. Any overall performance in the mark ഞാൻ തന്നെ ചോദിക്കാം. റിമി ചേച്ചി? എക്സ്പ്രഷന് 3-ൽ 2.75. 2.75 on 3. ബിചേട്ടാ? ഫീൽ 2.5. 2.5 on 3. Anubeta? Style, attitude and performance 3.5 out of 4. Shreyas, make sure you smile always. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ മാനസികമായ ഒരു സംഘർഷത്തിലല്ല എന്നൊരു ഫീൽ ഞങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ട്രൈ ടു കീപ് എ സ്മൈൽ ഇൻ യുവർ ഫേസ്. സോ ഐ എം ഗിവിംഗ് യു 3.5 out of 4. താങ്ക് യു അനൂപേട്ടാ. എത്രയായി ടോട്ടൽ? 89.25 on 100. All the best for you, Shreyas. Thank you. ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചുറ്റിയടിച്ചാട്ടെ, മഴ തുള്ളി തുള്ളിച്ചാട്ടെ, ഇടി മിന്നലെറിഞ്ഞാട്ടെ. ടോട്ടലി ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. ഭേഗേ 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 ഭേഗേ, love you love you love you baby. ഹായ് ഭേഗേ 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 ഭേഗേ. നീയോ നീ അത് ആരെ ചൂണ്ടിയാ പാടിയത്? പൊന്നോടു പൂവായി ശംഖോടു നീരായി വണ്ടോടു തേനായി നെഞ്ചോടു നീരായി വന്നു നീ.
തീർച്ചയായിട്ടും വലിയൊരു ഇംപ്രൂവ്മെന്റ്. Ideal World Junior Idol Season 2. Jai Hind TV, for the family, for the nation. ഐഡിയൽ വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡിലെ നെക്സ്റ്റ് പെർഫോമറെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വിദ്യാസാഗർ ഫാസ്റ്റ് നമ്പറുമായി ഈ വേദിയിലേക്ക് എത്തുന്നത് കൃതിക കുട്ടിയാണ്. Put your hands together for Kritika. കൃതിക കുട്ടി എന്തോ സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ. താങ്ക് യു. ഇന്ന് ഏത് സോങ്ങാ പാടാൻ പോകുന്നേ? സിഐഡി മൂസ എന്ന മൂവിയിൽ ചിലമ്പൊലിക്കാറ്റ് എന്ന് പറഞ്ഞ സോങ്. ഓ, അതിനുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ആണല്ലേ. അപ്പൊ കലക്കണം. ഫസ്റ്റ് റൗണ്ട് ആണല്ലേ, ഫോർത്ത് സ്റ്റേജിലെ. പ്രീവിയസ് റൗണ്ട് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മോള് കേട്ടില്ലേ? ടെലികാസ്റ്റ് ചെയ്തപ്പോ കേട്ടില്ലേ? എങ്ങനെ ഉണ്ടായി? ഇഷ്ടായോ? അതുപോലെ ഇതും ഇഷ്ടാവട്ടെ. ഓൾ ദ ബെസ്റ്റ് ഫോർ യു. താങ്ക് യു. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. നീയ
കൃതിക കുട്ടി, ഓസം പെർഫോമൻസ്. താങ്ക് യു. ശരിക്കും ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കൃതിക. സ്റ്റേജ് ബൈ സ്റ്റേജ് എന്തൊരു ഇംപ്രൂവ്മെന്റ് ആണ്. നന്നായിട്ട് ഇംപ്രൂവ് ചെയ്ത് നമുക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട് അല്ലേ? അതിന്റെ സീക്രട്ട് എന്താ? സീക്രട്ട് നല്ലോണം പ്രാക്ടീസ് ചെയ്യുന്നു. ആണല്ലേ? ഓക്കെ. ജഡ്ജസ് പറഞ്ഞതൊക്കെ മനസ്സിൽ വെച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് ഇത്ര നന്നായിട്ട് പാടി അല്ലേ? നമുക്ക് നമ്മുടെ ഡാൻസേഴ്സിന് ഒരു ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് കൊടുക്കാം. ബിക്കോസ് ഭയങ്കര ഒരു എനർജി ലെവലായിരുന്നു അല്ലേ? അവരുടെ കൂടെ നിന്നിട്ട് പെർഫോം ചെയ്യാൻ നല്ല രസം ഉണ്ടായിരുന്നില്ലേ? ഇനി നമുക്ക് കമന്റ്സ് അറിയാം. ഓക്കെ, ജഡ്ജസ്. കൃതിക, എന്തോ വിദ്യാജിയുടെ മറ്റൊരു ഡിഫറെന്റ് കമ്പോസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഐ തിങ്ക് ഇഫ് ഐ എം കറക്റ്റ്, ഉദിത് നാരായൺ എന്ന സിംഗറെ ആദ്യമായിട്ട് വിദ്യാസാഗർ സർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, മലയാളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ പാട്ടിലൂടെയാണ്. അതിന്റെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു ഈ പാട്ടിന്. അദ്ദേഹത്തിന്റെ ഒരു സിംഗിങ് സ്റ്റൈൽ സുജാത ചേച്ചിയും പാടിയിട്ടുണ്ട്. സുജാത ചേച്ചിയുടെ ഒരു സോളോ വേർഷൻ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. മോൾ നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തു നമ്മുടെ മുമ്പിൽ. അതിന്റെ ഒരു എന്താ പറയാ, ഒരു പോസിറ്റീവ് വൈബ്സ് നമുക്ക് കിട്ടി. അത് മോൾ എൻജോയ് ചെയ്ത് പാടി. അതിന്റെ ഒരു ക്വാളിറ്റിയും ഉണ്ട്. ഓൾ ടുഗദർ ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി എ ഗുഡ് പെർഫോമൻസ്. ചെറിയ സ്ഥലങ്ങളിൽ, ഹൈ നോട്ട്സ് പോകുന്ന സ്ഥലത്ത് മോൾ ഫോൾസെറ്റോയിലേക്ക് പോകുമ്പോൾ ചെറിയ ഫ്ലോസ് ഉണ്ടായിരുന്നു. കീപ്പിംഗ് അപ്പാർട്ട്, ഇറ്റ് വാസ് എ വെരി പ്ലസന്റ് പെർഫോമൻസ്. തീർച്ചയായിട്ടും യു ഹാവ് ഇംപ്രൂവ്ഡ് എ ലോട്ട്. ഇനി ഇംപ്രൂവ് ചെയ്യണം. ഓൾ ദ ബെസ്റ്റ്. കൃതിക കുട്ടി, ചേച്ചി എന്ത് രസമായി പാടി. നല്ല മിടുക്കി കുട്ടിയായിട്ട് പാടി. മോക്ക് പറ്റിയ ഒരു പാട്ട്. മോക്ക് അത് എൻജോയ് ചെയ്ത് സുജാ ചേച്ചിയും ഉദിത്ജിയും പാടിയ പോലെ, അതുപോലെ ഭീഗി ഭീഗി അത് മുകളിലും താഴെയൊക്കെ ആയിട്ട് ആദ്യം പാടി. അതൊക്കെ അങ്ങനെയൊക്കെ തോന്നിയില്ല, കറക്റ്റ് ആയിട്ട് കിട്ടി മോക്ക്. പിന്നെ അനുപല്ലവിയിലാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി സ്ഥലങ്ങള്, ചരണത്തില് കൂടുതല് നിന്നെ കണ്ടപ്പോൾ അതൊക്കെ നല്ല രസം. അത് ഭയങ്കര ഒരു പെപ്പിയായിട്ട് മോള് നല്ല രസമായിട്ട് ആ ഫീല് കൊടുത്തു തന്നെ പാടി. അതുപോലെ താനാ തീരി താരാരീരി താനാ നീ, അതൊക്കെ ഞാൻ വിചാരിച്ചു ശ്വാസമൊക്കെ പ്രശ്നമാവോ, ഇല്ല, അവിടെയും കറക്റ്റായി നല്ല മിടുക്കിയായിട്ട് പാടി. പിന്നെ തുടക്കത്തിലെ ആ കോറസ് എന്താ, നീയോ നീ, അത് ആരെ ചൂണ്ടിയാ പാടിയത്? അങ്ങനെ ഒരു സംഭവം ആ പാട്ട് ഞാൻ കേട്ടിട്ടില്ലല്ലോ. നീയോ നീയോ നീയോന്ന് തന്നെ കോറസ് എടുത്ത് കൈകാര്യം ചെയ്തതിൽ ശരിക്കും സമ്മതിക്കണം. പക്ഷെ അത് മോളെ അത് പാടുമ്പോ നീയോന്ന് കറക്റ്റ് അല്ല, അത് കുറച്ച് പാടുന്ന കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അങ്ങനെ ഒരു രീതിയിലാണ് അത് പാടിയേക്കുന്നത്. പിന്നെന്താ പറയാ, അതിന്റെ ഇടയിൽ ഒരു വലിയൊരു കോറസ് ശബ്ദം ആരാ കൊടുത്തത്? ഈ കാട്ടാളാണ്. ആര്? ഇദ്ദേഹമോ? അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു ശബ്ദം ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ലാതെ രാജേഷ് കാരണം എപ്പോഴും വളരെ മയത്തിലിരുന്ന് ഇങ്ങനെ ഭയങ്കര ഫ്ലൂട്ട് ഇങ്ങനെ വായിക്കുന്നതല്ലേ, ഇത്ര ഗാംഭീര്യമുള്ള ഒരു ശബ്ദം ആ വായിൽ നിന്ന്. അതൊന്ന് കേൾപ്പിച്ചേ. ഒരിക്കൽ കൂടി പ്ലീസ്, കാരണം ഞങ്ങൾക്ക് അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഒരു പ്രാവശ്യം കൂടെ. കറക്റ്റ് ഒറിജിനൽ തന്നെ. ഓ സൂപ്പർ. അത് കാരണം ഇപ്പൊ മോഹൻ ചേട്ടൻ പാടിയാൽ നമുക്ക് അത്ഭുതമില്ല, ജോസേട്ടൻ പാടിയ അത്ഭുതമില്ല, മറ്റേ തബല വായിക്കുന്ന രണ്ടുപേര് പാടിയാലും അത്ഭുതമില്ല. പക്ഷെ ഇത്ര പാവം പിടിച്ച ഒരാള്. മോളെ എന്തായാലും നല്ലൊരു സോങ് സെലക്ഷൻ മോള് ഭംഗിയായിട്ട് തന്നെ പാടി. താങ്ക് യു. ഒരു കുട്ടി ഭാവന, എനിക്ക് വയ്യ, ഭാവന ചേച്ചിയെ പോലെ ആകാൻ ആഗ്രഹമുണ്ടോ സിനിമയിൽ അഭിനയിക്കാൻ? അച്ഛനമ്മയെ സമ്മതിക്കോ? ഇല്ല, സമ്മതിക്കില്ല. എന്നാലും അവരെ അനുസരിക്കാണ്ട് ഞാൻ അഭിനയിച്ചിരിക്കും. ഓക്കെ, റെഡി. വിജയേട്ടാ മോളെ ഗംഭീരമായിട്ട് പാടി മോളെ, അസലായിട്ട് പാടി. ഒരു ടോട്ടലി ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു കേട്ടോ, ഓഡിയോ വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. നല്ല ഒരു ലൈവ്ലിനെസ് വളരെ അപ്രീഷിയബിൾ ആണ് ശരിക്കും. മോളുടെ ഒരു മൂവ്മെന്റും ഒരുപക്ഷെ നമ്മളുടെ മത്സരത്തിന് ആദ്യമൊക്കെ ചില പാട്ടുകൾക്ക് മോള് ഒരുപക്ഷെ പാട്ട് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു മൂവ് ചെയ്തപ്പോ അല്ലേ. പക്ഷെ ഇപ്പൊ അതൊക്കെ മോള് തന്നെ മേക്കപ്പ് ചെയ്തു. എനിക്ക് പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. എനിക്ക് അനുപല്ലവിയില് തുടങ്ങിയപ്പോ കുറച്ച് ശ്രുതി പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതൊന്നും കുഴപ്പമില്ല. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. മോളത് ഭംഗിയായിട്ട് അവതരിപ്പിച്ചു, അതാണ് അതിന്റെ ഒരു പ്രത്യേകത കേട്ടോ. ഗുഡ് ലക്ക്. താങ്ക് യു ജഡ്ജസ്. ഹൃദയ കുട്ടി മാർക്സ് അറിയാം അല്ലേ? ഓക്കെ. വിജയേട്ടാ ഓൺ 30. 27.75. 27.75. റീം ചേച്ചി 27.5. 27.5. അനു ബേട്ടാ
അവിടെ ഞാനും 27.5 out of 30. നൈസ് സ്കോർ. ഇനി ഓവറോൾ പെർഫോമൻസിന് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓൺ 10 അനുപേട്ട. Style, attitude and performance was very good. 3.75 out of 4. താങ്ക് യു അനുപേട്ട. റീം ചേച്ചി. ഫീൽ ഓൾസോ ഗുഡ് ഓൺ 3, 2.5. താങ്ക് യു റീം ചേച്ചി. വിചേട്ടാ. എക്സ്പ്രഷന് 2.75. താങ്ക് യു സോ മച്ച് വിചേട്ടാ. യുവർ ടോട്ടൽ സ്കോർ ഈസ് 91.75 on 100. എങ്ങനെയുണ്ട്? നല്ല സ്കോർ ആണല്ലേ. അപ്പം ഇതേപോലെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അടുത്ത റൗണ്ടിൽ ഇതിലും നല്ല പെർഫോമൻസ് ഞങ്ങൾക്ക് തരിക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പൊന്നോടു പൂവായി ശംഖോടു നീരായി വണ്ടോടു തേനായി നെഞ്ചോടു നീരായി വന്നു നീ. തീർച്ചയായിട്ടും വലിയൊരു ഇംപ്രൂവ്മെന്റ്. കുളിരണിയു മിന്നിൽ തൊട്ടു സൂര്യൻ രോമാഞ്ചം കണ്ണേ കണ്ണേ പൊന്നോടു പൂവായി. ചിത്ര ചേച്ചിയുടെ ഒരു അനീതിയാണോ എന്നൊക്കെ തോന്നിപ്പോയി. Ideal World Junior Idol Season 2. Jai Hind TV, for the family, for the nation. അടുത്തതായി ഈ വേദിയിൽ ഇന്നത്തെ എപ്പിസോഡിലെ ഫൈനൽ പെർഫോമൻസ് ആണ്. മലയാളം ഹിറ്റ്സ് 2012 റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു നമ്മുടെ സ്വന്തം ഉണ്ണിമായ. പുടിയാൻസ് ടുഗദർ ഫോർ ഉണ്ണിമായ. ഉണ്ണിമായ, ഹായ്. എന്തൊക്കെയുണ്ട് കോഴിക്കോട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു അല്ലേ? യൂത്ത് ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞല്ലോ. എങ്ങനെയുണ്ടായിരുന്നു? എന്തിനൊക്കെ ഫസ്റ്റ് വാങ്ങിച്ചു? ലൈറ്റ് മ്യൂസിക്കിന് മാത്രമേ പങ്കെടുത്തുള്ളൂ. ആണോ? അതിന് ഫസ്റ്റ് ആയിരിക്കും. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. ഇനി ഇന്ന് ഈ റൗണ്ടിൽ ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? ഞാൻ തത്സമയം ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞ സിനിമയിലെ പൊന്നോട് പൂവായി. ചിത്ര ചേച്ചി അല്ലേ? ഓക്കെ, ഡ്യുവറ്റ് സോങ് അല്ലേ? ഡ്യുവറ്റ്. ഓൾ ദ ബെസ്റ്റ്. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. പൂവായി ശംഖോടു നീരായി വണ്ടോടു തേനായി നെഞ്ചോടു നീരായി വന്നു നീ. കളഭമഴ തോരാതെ കുളിരണിയു മിന്നിൽ തൊട്ടു സൂര്യൻ രോമാഞ്ചം കണ്ണേ കണ്ണേ പൊന്നോടു പൂവായി ശംഖോടു നീരായി വണ്ടോടു തേനായി നെഞ്ചോടു നീരായി. പൊഴിയാതെ നീ പുഷ്പമേ കൈക്കുമ്പിളിൽ നിന്നൊഴിയാതെ നീ ഒഴിയാതെ നീ തീർത്ഥമേ. നീ ശ്വസിക്കും ശ്വാസം ഞാൻ പ്രാണനുള്ളിൽ കൂടും തരാം. നീ നടക്കും നീലേ വഴി പൂമ്പൊടിയായി തൂകാം ഇവൾ. വെണ്ണ പോലെ എന്നെ കയ്യിൽ തന്നിടാം പൊന്നേ കണ്ണേ പൊന്നോടു പൂവായി ശംഖോടു നീരായി വണ്ടോടു തേനായി നെഞ്ചോടു നീരായി.
നിത്യമായി മുന്നിൽ ചേരാം മണ്ണിൽ ഞാൻ പൊന്നേ കണ്ണേ പൊന്നോടു പൂവായി ശംഖോടു നീരായി വണ്ടോടു തേനായി നെഞ്ചോടു നീരായി വന്നു നീ കളഭമഴ തോരാതെ കുളിരലിയും മിന്നിൽ തൊട്ടു സൂര്യൻ രോമാഞ്ചം കണ്ണേ കണ്ണേ പൊന്നോടു പൂവായി ശംഖോടു നീരായി വണ്ടോടു തേനായി നെഞ്ചോടു നീരായി. ഉണ്ണിമാങ്ങ കലക്കിയല്ലോ, താങ്ക് യു ചേച്ചി. നന്നായിട്ട് പാടി ഉണ്ണിമായ. താങ്ക് യു. ഇഷ്ടായില്ലേ പാടിയിട്ട്? ഓക്കെ, നമുക്ക് കമന്റ്സ് അറിയാം. ബിചേട്ടാ? ഉണ്ണിമായ സർ, നല്ലൊരു പാട്ടാണ്. നമ്മൾ നല്ലോണം പാടി കേട്ടോ, അസലായിട്ട് പാടി. ഇത് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന അവാർഡ് വിന്നറാണ് ശരത്തേട്ടൻ അല്ലേ? ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടറിനുള്ള അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. അദ്ദേഹത്തിന്റെ പാട്ടാണ്. ചിത്ര ചേച്ചി അതിമനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. ഞാൻ റേഡിയോയിൽ FM-ൽ ഇത് കേട്ടിട്ട് ആരാന്ന് മനസ്സിലാവാതെ ഞാൻ FM-ലേക്ക് വിളിച്ചു ചോദിച്ചിട്ടാണ് ചിത്ര ചേച്ചിയാന്ന് മനസ്സിലായത്. കാരണം ചിത്ര ചേച്ചിയുടെ ഒരു അനീതിയാണോ എന്നൊക്കെ തോന്നിപ്പോയി. അത്രയ്ക്ക് യൂത്ത്ഫുൾ ആയിട്ടാണ് ചേച്ചി ആ പാട്ട് പാടിയിട്ടുള്ളത്. പെർഫെക്റ്റ് ആയിട്ട് പാടി ചേച്ചി. മോള് അത് മനോഹരമായിട്ട് പാടി കേട്ടോ. ആദ്യം നമ്മള് ഈ കോൺടെസ്റ്റ് തുടങ്ങിയപ്പോൾ ഉള്ള ഉണ്ണിമായല്ലേ ഇപ്പോ കേട്ടോ, കുറച്ചും കൂടി പ്രസൻസോടെ പാടുന്നു. ഇനിയും ആവാം. വി ആർ ഹാപ്പി അബൌട്ട് യു, ബട്ട് വി ഹാവ് ടു ബി മച്ച് മോർ ഹാപ്പി. ഓക്കെ, ഇനിയും ഹാപ്പിയാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് ഉണ്ണിമായക്കത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നല്ലോണം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി ആവാൻ തോന്നുന്നു. അതിന്റെ ഒരു ഫീല് അല്ലെ, ഇൻവോൾവ്മെന്റ് കുറച്ചും കൂടി ആവാൻ തോന്നുന്നു. എന്നാലും വേണ്ടോളം ഉണ്ട് താനും കേട്ടോ. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. ഉണ്ണിമായ, തീർച്ചയായിട്ടും വലിയൊരു ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് മോളുടെ സിംഗിങ്ങില്. അതിൽ നമുക്ക് അതിലേറെ സന്തോഷമുണ്ട്. കാരണം മോൾ ഓൾറെഡി സ്റ്റേറ്റ് വിന്നറൊക്കെയാണ് ലൈറ്റ് മ്യൂസിക്കില്. അപ്പോൾ നമ്മൾ കൂടുതലും മോളിൽ നിന്നും ആദ്യം റൗണ്ടുകൾ തൊട്ട് എക്സ്പെക്ട് ചെയ്ത് വന്നുകൊണ്ടിരുന്നു. ഈ പാട്ട് മോക്ക് പറ്റിയ, മോളുടെ ഒരു ആറ്റിറ്റ്യൂഡിന് പറ്റിയ ഒരു പാട്ടായിട്ട് എനിക്ക് തോന്നി. അനുവേട്ടന് നല്ലൊരു താങ്ക്സ് എനിക്ക് പാട്ട് സെലക്ട് ചെയ്തു. താങ്ക് യു അനുവേട്ട. പിന്നെ ചിത്ര ചേച്ചി എത്ര ഭംഗിയായിട്ട് പാടിയേക്കുന്ന ഒരു പാട്ടാണ്. കറക്റ്റാണ് പറഞ്ഞത്. വളരെ ചിത്രേച്ചിയുടെ ഒരു അനീതി പാടിയേക്കെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ വളരെ, ഒന്നാമത് ചേച്ചിയുടെ സൗണ്ട് തേൻ പോലെയാണ്. അതിലും മനോഹരമായി തോന്നി ഈ പാട്ട് കേട്ടപ്പോ. കുറച്ചുകൂടി യങ്ങായിട്ട് തോന്നി. മോളുടെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാൻ തോന്നിയ ഒരു സ്ഥലം കളഭമഴ. അത് എനിക്ക് തോന്നുന്നു മോള് വേറെയാ പാടിയേക്കുന്നതെന്ന് തോന്നുന്നു. പാടിക്കേ. പൊന്നോടു പൂവായി ശംഖോടു നീരായി വണ്ടോടു തേനായി നെഞ്ചോടു നീരായി വന്നു നീ കളഭമ വന്നു നീ കളഭമഴ കളഭമഴ തോരാതെ. അതാണ് കളഭമഴ തോരാതെ. എവിടെയോ ഈ കളഭമഴ എവിടെയോ മാറി പാടുന്നത്. പക്ഷെ മോൾക്ക് ഇതാണ് എനിക്ക് തോന്നുന്നു കറക്റ്റ് ഇതായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. അതേപോലെ ഇത് എല്ലായിടത്തും ഈ കളഭമഴ മോളും ഏറ്റവും മുകളിലോട്ട് പോകുന്നു. എല്ലാ സ്ഥലത്തും കളഭമഴ ഈ പഠിച്ചു വെച്ചേക്കുന്ന പോലെയാണ് മോള് പാടിയേക്കുന്നത്. അതുപോലെ നീ ശ്വസിക്കും ആ ഒരു സ്ഥലം ഒന്ന് പാടാമോ? നീ ശ്വസിക്കും ശ്വാസം ഞാൻ. ഇപ്പൊ കറക്റ്റ്. അത് നേരത്തെ അതിന് മുമ്പിലത്തെ ലൈൻ പാടിയപ്പോഴേ പ്രശ്നം വന്നുള്ളൂ. അതുപോലെ കണ്ണോരം, അതെന്താ? കണ്ണോരം എന്തോ ഒരു വരി പാടിയായിരുന്നോ? കണ്ണോരമെന്നും മറയാതെ നീ ചേട്ടാ, കണ്ണോരമേ കണ്ണോരമേ എങ്ങനെയായിരുന്നു കറക്റ്റ്? കണ്ണോരമെന്നും മറയാതെ നീ മറയാതെ. അങ്ങനെയാണോ? കണ്ണോരമെന്നും മറയാതെ നീ മറയാതെ. അങ്ങനെയുള്ള ചെറിയ 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 പ്രശ്നങ്ങള്. അതുപോലെ നിത്യമായി എന്നുള്ളൊരു സംഭവം വന്ന് നിത്യമായി താനാനി ആ ഒരു ലൈന്. പിന്നെ
കണ്ണേന്ന് കൊടുക്കുന്നിടത്ത് ചിത്രേച്ചി ഭയങ്കര രസമായിട്ട് പാടിയിട്ടുണ്ട്. അത് മോക്ക് ഇനിയും മോളുടെ ശബ്ദത്തിൽ വളരെ ഒരു റൊമാൻറ്റിക് വോയിസ് ആണ് മോളുടെ ശബ്ദം തന്നെ. അപ്പൊ ആ കണ്ണേന്നുള്ള ആ സ്ഥലം അത് ആ പാട്ടിന്റെ ഏറ്റവും മനോഹരമായി നമുക്ക് തോന്നുന്നു. അതൊന്ന് പാടിക്കേ. കണ്ണേ കണ്ണേ പൊന്നു അതാ പാടി വരുമ്പോ അത് കുറച്ചുകൂടെ ഒരു രസമാക്കും. കണ്ണേ കണ്ണേ പൊന്നോട് പൂവായി. വളരെ ഭംഗിയായിട്ട് തന്നെ പാടി. ചേച്ചി പിന്നെ എന്താ പറയാ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങള് ചിത്ര ചേച്ചി പാടിയേക്കുന്ന അത്രയും നമുക്ക് മനസ്സിൽ കടക്കുന്നത് കൊണ്ട് തോന്നിയോണ്ട് പറഞ്ഞു എന്ന് മാത്രം. എന്തായാലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ണിമായുടെ സിംഗിങ്ങിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇനി മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കട്ടെ. അങ്ങനെ എല്ലാവരും വാശിയോട് കൂടി മത്സരിച്ച് ഫസ്റ്റ് പ്രൈസിലോട്ട് കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കട്ടെ കേട്ടാ. താങ്ക് യു ചേച്ചി. ഉണ്ണിമായ ചേട്ടാ, ശരത്തേട്ടന്റെ നല്ലൊരു കമ്പോസിഷൻ ഫ്രം തത്സമയം ഒരു പെൺകുട്ടി വളസലായിട്ട് പാടി. ആൻഡ് ഓഫ് കോഴ്സ് ചേച്ചിയുടെ സിംഗിനെ കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. പക്ഷേ വെരി സ്പെഷ്യലി റിഗാർഡിംഗ് ദിസ് സോങ്, ചേച്ചി എപ്പോഴും അമേസിംഗ്ലി സ്വീറ്റ് ആയിട്ട് പാടുന്ന ഒരു സിംഗറാണ്. പക്ഷെ ഇതിൽ ഒരു അഡീഷണൽ എലമെന്റ് ഓഫ് സ്വീറ്റ്നെസ് ചേച്ചി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് വൈ ഇറ്റ് സൗണ്ട്സ് സോ യങ്. കുറച്ച് എക്സ്ട്രാ ഹസ്കി ആയിട്ടാണ് ചേച്ചി ഈ പാട്ട് പാടിയിരിക്കുന്നത്. മോളുടെ എഫേർട്ട് മാക്സിമം കൊടുത്ത് ഈ പാട്ട് നമുക്ക് വേണ്ടി പാടി. ആൻഡ് ആസ് ഓൾ സെഡ്, ഏറ്റവും സന്തോഷം തോന്നുന്ന കാര്യം മോളുടെ ആറ്റിറ്റ്യൂഡും ആ കോൺഫിഡൻസ് ലെവലും നന്നായിട്ട് മാറിയിട്ടുണ്ട്. നല്ല പ്ലസന്റ് ആയിട്ട് പാടാൻ തുടങ്ങി. ഇതാണ് ഞങ്ങൾ ഈ പ്ലസന്റ് സിംഗിങ് എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴാണ് മോൾ അതിലേക്ക് എത്തുന്നത്. ദാറ്റ്സ് എ വെരി പോസിറ്റീവ് സൈൻ. കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദാറ്റ്. കറക്ഷൻസ് റിനിയും ബിജി ചേട്ടനും പറഞ്ഞു. ഡു ഇംപ്രൂവ് ഓൺ ദാറ്റ്. നത്തിങ് സ്പെഷ്യൽ ടു സേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. താങ്ക് യു അനുപേട്ട. ഉണ്ണിമായ നല്ല കമന്റ്സ് ആണല്ലേ. പ്ലസന്റ് ആയിട്ട് പാടി എന്ന് പറഞ്ഞു. ഇനി മാർക്സ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ബിജേട്ടാ ഓൺ 30. 27.5 on 30. 27.5 on 30. റിം ചേച്ചി 27.25. 27.25. അനുപേട്ട 27.5 out of 30. 27.5. ഉണ്ണിമായ ഇനി ഓവറോൾ പെർഫോമൻസ് ഓൺ 10. അനുപേട്ട മോളെ, I should have given you 3.5 out of 4, but മോൾ എടുത്ത എഫേർട്ടിന് ഒരു 0.25 കൂടുതൽ, 3.75 out of 4. താങ്ക് യു അനുപേട്ട. റിം ചേച്ചി ഓൺ 3. 2.5. 2.5 on 3. 2.5. Again 2.5 on 3. Unnimaya, your total score is 91 on 100. Brilliant. Sure. ആ മുഖത്ത് വിടർന്ന പുഞ്ചിരി, ഈ പുഞ്ചിരി ഇങ്ങനെ തന്നെ നിലനിർത്തണ്ടേ? അപ്പൊ എന്ത് വേണം? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. സജഷൻസ് ഒക്കെ പറഞ്ഞില്ലേ, അതൊക്കെ മൈൻഡിൽ വെക്കണം. അടുത്ത റൗണ്ടിൽ കാണാം. താങ്ക് യു സോ മച്ച്. ITL World Junior Idol Season 2 ഇന്നത്തെ എപ്പിസോഡും എനിക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമ്മുടെ കണ്ടസ്റ്റന്റ്സ് വളരെ വാശിയേറിയ മത്സരമാണ് ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ പെർഫോമൻസുകൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു. അത് നമുക്ക് കാത്തിരിക്കാം. ബട്ട് ബിഫോർ ദാറ്റ് ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നു. നമ്മുടെ മെയിൻ സ്പോൺസേഴ്സ് ആണ് ITL World Travel Management Company. നിങ്ങളുടെ ട്രാവൽ നീഡ്സിനെ എപ്പോഴും നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാം ITL World Travel Management Company. By reminding you that this is me, Meghna, offering out from your favorite show, ITL World Junior Idol Season 2. Good night, take care and bye-bye. വിജന സുരഭി വാടികളി അകലെ വിടെ പോയി സജലമിഴികൾ തേടുകയായി ഹൃദയനാദാവരൂ. ഭാഗ്യക്കുട്ടി ഉഗ്രൻ പാട്ടായിരുന്നു. കലക്കി. കൈക്കുമ്പിൾ കൂപ്പിയെരിയും ഒരേ കാന്ത സൗഗന്ധികം. നമ്മള് നല്ലോണം പാടി കേട്ടാ, സാധ്യമായിട്ട് പാടി. താങ്ക് യു സർ. അറിയാണ്ട് നമ്മൾ ഇരിക്കുന്നോടത്തും നമുക്കൊന്ന് തലയും കുത്തി മറിയാൻ തോന്നും. പക്ഷെ ഈ വേദി അതായതുകൊണ്ടും ഞാൻ ഇരിക്കുന്ന ഇതിൽ നിന്ന് ബുദ്ധിമുട്ടായതുകൊണ്ടും മാത്രം ഞാനിവിടെ അടങ്ങിയിരുന്നു പോയതാണ്. தெரிஞ்சுக்கோ, தட்சணை கொடுத்து தெரிஞ்சுக்கோ, பாடாம
കാരിയർ ഇല്ലാതെ സൈക്കിൾ താണ്ട കാതലുക്ക് ഏത്തത് തിരിഞ്ഞുക്കോ. അതായത് കാരിയർ ഇല്ലാത്തൊരു സൈക്കിളാണ് പ്രണയിക്കാൻ എപ്പോഴും പറ്റിയത്. പിന്നെ ഇതിൽ കൂടുതൽ പറഞ്ഞ് ഞാൻ വഴി തെറ്റിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുന്നത്. ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി, ഇതിന്റെ അർത്ഥമൊന്നും അധികം മനസ്സിലാക്കണ്ട കേട്ടോ. Remy Tommy, Bijibal, Anup Shankar and Meghna's costume sponsored by Rajakumari Total Shopping, Attingal, Pothankode.